ബി.ജെ.പിയുടെ ഇലക്ഷൻ സോങ് ഞാൻ കണ്ടായിരുന്നു. മാറണം എന്നുള്ള അർത്ഥത്തിൽ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിയത് ബി.ജെ.പിക്കുള്ളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഒരു ചാൻസ് വന്നതാണോ, അതോ ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഇങ്ങോട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെയാണത്? എന്നോട് പറഞ്ഞിട്ട് എഴുതിയതൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതും. ഇത് എഴുതിയിട്ട് AI വെച്ചിട്ട് അതിന്റെ കമ്പോസ് ചെയ്ത് അതെല്ലാം അവർ 2-3 ദിവസം കൂടെ ആയിട്ട് അത് കേൾപ്പിച്ച സമയത്ത് ഇഷ്ടപ്പെട്ടു അവർക്കെല്ലാം. അങ്ങനെയാണ് അത് അവസാനം അതെന്ത് ചെയ്തു, സ്റ്റേറ്റ് പ്രസിഡന്റ് റിലീസ് ചെയ്യുന്ന ഇതിലേക്ക്. അത് ആദ്യത്തെ ഒരു വെർഷൻ എഴുതിയിട്ട് നമ്മുടെ സുരേഷ് ജിയെയും അതുപോലെ കൃഷ്ണ സേട്ടനെയൊക്കെ കാണിച്ച സമയത്ത് അവർ 1-2 സജഷൻസ് പറഞ്ഞു. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് പിന്നീട് രണ്ടാമത് ഫുൾ ഇതായിട്ട്. പിന്നെ അവർ യഥാർത്ഥത്തിൽ വീഡിയോ സോങ് ആക്കുന്നതിന് മുമ്പ് അവർ കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജീവേട്ടൻ്റെ അടുത്ത് പോയി, പുള്ളിയാണത് റിലീസ് ചെയ്തത്. ഏകദേശം ഒരു 5 മില്യന് പുറത്ത് ആൾക്കാരത് കണ്ടിട്ടുണ്ട് പഞ്ചായത്ത് ഇലക്ഷനായിട്ട്. എന്നിട്ട് രാജീവേട്ടൻ പറയുകയും ചെയ്തു, മോദിജിക്ക് ഇഷ്ടപ്പെട്ടു, മോദിജിയെ കേൾപ്പിച്ചു കൊടുത്തു. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. പിന്നെ പ്രൈം മിനിസ്റ്റർ അതെ, മോദിജി അത് കേട്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ രാജീവേട്ടൻ അതുകൊണ്ട് കാണിക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാള്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ടെക്നോളജിയിലും ഇതൊക്കെ അത്രയും വലിയൊരു പേഴ്സണാലിറ്റി അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ മോദിജിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നിയത്. അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്.